ഇന്നത്തെ നമ്മുടെ ഹലോ മലയാളത്തിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ലീഡേഴ്സ് മോർണിംഗിൽ എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ലീഡേഴ്സ് മോർണിംഗിലേക്ക്. മിനിസ്റ്ററെ ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ, ഇപ്പോൾ നാളെ സ്കൂളുകളൊക്കെ തുറക്കുകയാണ്, പുതിയൊരു അധ്യയന വർഷം തുടങ്ങാൻ പോവുകയാണ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ? അല്ല, പ്രത്യേകിച്ച് മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഏറ്റവും ഭംഗിയായി പ്രവേശനോത്സവം നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് സംസ്ഥാന വ്യാപകമായി തന്നെ നടന്നു കഴിഞ്ഞു. 14,000-ലധികം വരുന്ന സ്കൂളുകളിൽ പ്രവേശനോത്സവം നടക്കും. അതിനുവേണ്ടിയുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചു. അത് കൂടി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, സാധാരണഗതിയിൽ ഈ വലിയ കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ ആദ്യം ബാധിക്കുന്ന സ്കൂളുകളെയാണ്. അവരെ മേൽക്കൂരയിൽ എടുത്തുകൊണ്ട് പോകും. അത്ര വലിയ ശക്തമായ കാറ്റാണല്ലോ, വലിയ മരങ്ങൾ പോലും കടപൊഴി വീഴുകയാണല്ലോ. ഇപ്പോൾ ഒരു സ്കൂളിനും അത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടില്ല. 5,000 കോടി രൂപ മുടക്കി ഇത്തരം സ്കൂളുകൾ കെട്ടിയേണ്ട ഒരു ഗുണമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയ കുട്ടികളെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും എല്ലാ സ്കൂളുകളിലും ആയി കഴിഞ്ഞു. മിനിസ്റ്റർ, ഇപ്പോൾ ഈ മഴ മാറിയെങ്കിലും മഴ കെടുതികളുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പത്തനംതിട്ട ജില്ലയിലൊക്കെ ഈ ക്യാമ്പുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന പല സ്കൂളുകളും ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നാളെ ഇനിയിപ്പോൾ സ്കൂൾ തുറപ്പ് വരുമ്പോൾ അവിടേക്ക് ഇപ്പോൾ എങ്ങനെയായിരിക്കും? സ്കൂൾ ഇപ്പോൾ നാളെ അവിടെയും തുറക്കുന്നുണ്ടോ? അല്ല, ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള അവിടെ ഉള്ള സ്ഥലങ്ങളിൽ അവിടെ ക്ലാസ് നടക്കുന്നതിന് പ്രയാസമായിരിക്കും. അവിടെ പിന്നെ പ്രത്യേകിച്ച് പരാതിയൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പാണെങ്കിൽ പിന്നെ ക്ലാസ് നടക്കില്ലല്ലോ. അവിടെ ഈ പറഞ്ഞ പത്തനംതിട്ട ജില്ലയിലൊക്കെ തന്നെ കുറച്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടുതലുണ്ടായിട്ടുള്ള റിപ്പോർട്ട് ഉണ്ട്. അവിടെയെല്ലാം ക്ലാസ്സുകൾ മാറ്റിവെച്ച ശേഷം മറ്റൊരു ദിവസം പ്രവേശനോത്സവം നടത്താൻ എന്നുള്ള നിലയിലാണ് ആലോചിക്കുന്നത്. മിനിസ്റ്റർ, അപ്പോൾ ഇനിയിപ്പോൾ ഈ സ്കൂൾ യൂണിഫോം പാഠപുസ്തക വിതരണങ്ങളിലേക്ക് ഒരു സ്റ്റാറ്റസ് എന്താണ്? കഴിഞ്ഞോ? വിതരണമൊക്കെ പൂർണ്ണമായിട്ടും കഴിഞ്ഞോ, അതോ ഇനിയും ഉണ്ടോ? പാഠപുസ്തകവും യൂണിഫോമും എല്ലാം ഏതാണ്ട് പൂർണ്ണമായി തന്നെ കൊടുത്തു കഴിഞ്ഞു. എങ്കിലും കുറേ കൊടുക്കാനുണ്ട്. കാര്യം വെച്ചാൽ ഈ മഴ വന്നതോടുകൂടി ഇത് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രയാസമുണ്ട്. കാരണം ഇത് പുസ്തകവും തുണിയായതുകൊണ്ട് നനഞ്ഞാൽ പിന്നെ അത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. AE ഓഫീസിലും പിന്നെ DO ഓഫീസിലും ഒക്കെ കൊടുത്തിട്ട് അവിടെ നിന്നാണ് സ്കൂളിലത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. സ്കൂളിൽ കൊണ്ട് പോകുന്ന അവസരത്തിലുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും. എന്തായാലും സ്കൂൾ തുറക്കുന്നതോടുകൂടി അല്ലെങ്കിൽ സ്കൂൾ തുറന്നാൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ കൊണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. മിനിസ്റ്റർ, ഇനി മറ്റൊന്ന് ഈ SSK പദ്ധതിയാണ്. ഈ SSK പദ്ധതിയിൽ ഈ സംസ്ഥാനത്തിന് ഏറെക്കുറെ 1,500 കോടിയോളം രൂപ കിട്ടാനുണ്ട്. കേന്ദ്രത്തിന്റെ ഈ ഒരു സാമ്പത്തിക ഞെരുക്കം അത് സംസ്ഥാനത്തെ ബാധിക്കുന്നുണ്ടോ മിനിസ്റ്ററെ? അത് നല്ല പിന്നെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സ്വീകാര്യതയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷകർത്താക്കളും കുട്ടികളും ഒക്കെ തന്നെ അത് പിന്നെ പിന്തുണയ്ക്കുകയാണ്. കുട്ടികൾക്ക് അതൊരു ആകാംക്ഷയാണ്, എന്താണ് പഠിപ്പിക്കാൻ പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം. ആദ്യത്തെ 14 ദിവസം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥാപനം നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള റിവിഷൻ, ഒരു ഓടിച്ചുള്ള ഒരു റിവിഷൻ. ബാക്കി നമുക്ക് ഈ പിന്നെ ലഹരി ഉപയോഗം, പിന്നെ അതുപോലെ നിയമങ്ങൾ, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ, പിന്നെ വിദ്യാഭ്യാസം എങ്ങനെയാണ് നടത്തേണ്ടത്, പിന്നെ പെരുമാറ്റം സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് 10 വിഷയങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കൃഷി, സമ്പാദ്യം, ആ വിഷയങ്ങളെ സംബന്ധിച്ച് കുട്ടികൾക്ക് ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉദ്ദേശിക്കുന്നത്. ഒരു 3 മാസക്കാലം കഴിഞ്ഞിട്ട് വീണ്ടും ഇതൊന്നുകൂടെ അവർക്ക് പുതുക്കുക. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വിഷയങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവും. അവർക്കിതിൽ ഏതെങ്കിലും ഒന്ന് അഭിമുഖീകരിക്കേണ്ടി വരണമെങ്കിൽ അവർക്ക് അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി കഴിയും. യഥാർത്ഥത്തിൽ ലഹരിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിഞ്ഞൂടാത്ത പാവപ്പെട്ട കുട്ടികളുടെ ഇതിൽ ചെന്ന് കാരിയേഴ്സായിട്ടൊക്കെ ചെന്നപ്പെട്ട് അബദ്ധത്തിൽ ചാടുന്നത്. അപ്പം അത്തരം കാര്യങ്ങളെ കുട്ടികൾക്ക് ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. യെസ് മിനിസ്റ്റർ, ഇനിയിപ്പോൾ ഈ പ്രവേശനോത്സവം കഴിഞ്ഞാൽ ഇനി സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് അടുത്ത കടമ്പ എന്ന് പറയുന്നത് +1 അലോട്ട്മെന്റ് ഒക്കെയാണ്. അപ്പോൾ ഈ ചില സ്ഥലത്ത് നിന്നെങ്കിൽ പോലും ചില പരാതികളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ അലോട്ട്മെന്റിന്റെ കാര്യത്തിലൊക്കെ?
ഇല്ല, അങ്ങനെ ഒരു പരാതി ഒന്നും വരാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ എല്ലാവർക്കും പിന്നെ ഞാൻ വിചാരിച്ച സീറ്റ് കിട്ടണമെന്നില്ല. പക്ഷേ നമുക്ക് സീറ്റ് മിച്ചമാണ്, മലപ്പുറത്ത് സീറ്റ് മിച്ചമാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ മലപ്പുറത്താണ്. പക്ഷേ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് സീറ്റ് എനിക്ക് കിട്ടാത്തതിന് എനിക്ക് മാർക്കില്ലാത്തതുകൊണ്ടാണ് കിട്ടാത്തത്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിൻ്റെ അടിസ്ഥാനം മാർക്ക് എന്ന് കൂട്ടാൻ പറ്റുള്ളൂ. ആർക്കെങ്കിലും ഏതെങ്കിലും അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ മാർക്കിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് കിട്ടിയില്ലെന്ന് കൂട്ടിക്കൊള്ളണം. അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് കഴിയില്ല. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇപ്പോൾ നമുക്ക് ജയിച്ച് വന്നതിനേക്കാൾ നല്ലൊരു ശതമാനം സീറ്റ് കൂടുതലാണ്. ചില ജില്ലയിലാണെങ്കിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതിനെ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, ശരി മിനിസ്റ്റർ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ഔദ്യോഗിക കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചു നിർത്തിയാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി എന്നതിനപ്പുറം അവരുടെ പ്രിയപ്പെട്ട മന്ത്രി അപ്പൂപ്പൻ കൂടിയാണ്. അപ്പോൾ നാളെ പുതുതായിട്ട് വരുന്ന കുഞ്ഞ് കൂട്ടുകാരോട് എന്താണ് മന്ത്രി അപ്പൂപ്പന് പറയാനുള്ളത്? വളരെ പ്രതീക്ഷയോടുകൂടിയാണ് വിദ്യാർത്ഥികൾ സ്കൂളിലെത്തേക്ക് ജൂൺ മാസം 2-ാം തീയതി എത്തിച്ചേരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ പ്രതീക്ഷയെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും നല്ല വിദ്യാർത്ഥികളായിട്ട് പഠിച്ച് മിടുക്കന്മാരാവാതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തുക. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. യെസ് മിനിസ്റ്റർ, ഇനിയിപ്പോൾ നമ്മുടെ സ്കൂൾ തുറപ്പാണ്, പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്നതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമെങ്കിൽ പോലും ഈ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഒരു വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ഈ ഇടതുമുന്നണി എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്? സ്വരാജിന്റെ വിജയ സാധ്യത എത്രത്തോളമാണ് മിനിസ്റ്റർ? സ്വരാജിൻ്റെ വിജയസാധ്യത വളരെ കൂടുതലാണ്. സ്വരാജ് നിലമ്പൂർകാരനാണ്. സ്വരാജ് MLA ആയിരുന്നപ്പോൾ ഏറ്റവും നല്ല MLA ആയിരുന്നു കേരളത്തിലെ. നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. വിദ്യാർത്ഥി നേതാവായിരുന്നപ്പോൾ തന്നെ ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഏറ്റവും നല്ല പ്രാസംഗികനാണ്. വിഷയങ്ങൾ പഠിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ ഇപ്പോൾ പരാജയപ്പെട്ടത് ചെറിയ വോട്ടിന് അവിടെ ഉണ്ടായ ചില പ്രത്യേക സാഹചര്യത്തിൽ പരാജയപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. സ്വരാജിനെ പോലുള്ള ആൾക്കാർ നിയമസഭയിൽ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ സ്വരാജ് SFIയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു, DYFയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. പിന്നെ കേരളത്തിൽ ജനങ്ങളാകെ ഒരു ഭാവിയുള്ള ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിലും ഭാവി കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായി മാറേണ്ട വ്യക്തിത്വം എന്നുള്ള നിലയിലുള്ള ഒരു പരിഗണനയാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും സ്വരാജിന് കൊടുത്തിട്ടുള്ളത്. എൻ്റെ പിന്നെ അഭിപ്രായത്തിൽ സ്വരാജ് എൻ്റെ ജൂനിയറാണ് സ്വരാജ്. മിനിസ്റ്റർ, ഇനിയിപ്പോ ഈ PV അൻവർ അദ്ദേഹം ഇപ്പോൾ തൃണമൂലിന്റെ ടിക്കറ്റിൽ മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ പ്രഖ്യാപനമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 9:30 മണിയോടുകൂടി വാർത്താ സമ്മേളനമൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിലമ്പൂരിൽ അൻവർ ഒരു ഫാക്ടറാണോ ഇടതുപക്ഷത്തെ സംബന്ധിച്ച്? അൻവർ എന്നൊരു ഘടകം അങ്ങനെ ആയിട്ടില്ലല്ലോ. കേരള രാഷ്ട്രീയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അൻവറിനേക്കാൾ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ വന്നിട്ടുണ്ടല്ലോ. അവരൊന്നും ഒരു ചലനവും സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അൻവറാകെ പിന്നെ നിലമ്പൂർ മണ്ഡലവും അതിന് ചുറ്റുമുള്ള പ്രദേശത്ത് മാത്രം നിന്നുകൊണ്ട് പ്രവർത്തനം നടത്തുന്ന ആളാണ്. അൻവറിൻ്റെ കുറച്ച് വ്യക്തിപരമായ വോട്ടൊക്കെ ഉണ്ടാവും. ഒരു പ്രസ്ഥാനത്തിൻ്റെ കിട്ടുന്ന പോലത്തെ വോട്ടൊന്നും അൻവറിന് കിട്ടില്ലല്ലോ. പിന്നെ അൻവർ ഒരു ഘടകമായിട്ടൊന്നും വരില്ല. അൻവറുടെ ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. അൻവറിലുള്ള വിശ്വാസമൊക്കെ ഇപ്പോൾ ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു. ഓക്കെ, വ്യക്തമാണ്. വളരെയധികം നന്ദി മിനിസ്റ്ററെ, നമുക്കിപ്പം ചേർന്നതിന് ഹലോ മലയാളത്തിൽ എത്തിയതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കാം. ഓക്കെ, ശരി. അപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം ഈ സ്കൂൾ തുറപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ, അപ്പോൾ സ്കൂൾ തുറക്കുമോ ഇല്ലെന്ന് ഈ മഴയൊക്കെ നിന്ന സമയത്ത് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ സ്കൂൾ തുറപ്പ് കുറച്ച് നീട്ടി വയ്ക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ. പക്ഷേ ഇന്നലെ ഇപ്പോൾ സീനൊക്കെ മാറി. എല്ലായിടത്തും ഈ റെഡും ഓറഞ്ചും ഒക്കെ അലേർട്ട് ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ യെല്ലോ അലേർട്ടും കാര്യങ്ങളൊക്കെ ആയി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി, അപ്പോൾ ആശങ്കയൊന്നും വേണ്ട, രക്ഷിതാക്കളോടും കുട്ടികളോടുമാണ് ആശങ്കയൊന്നും വേണ്ട. സ്കൂൾ നാളെ തന്നെ തുറക്കും, ഒരു പേടിയും വേണ്ട. മാത്രമല്ല സർക്കാർ സ്കൂളുകളൊക്കെ പൂർണ്ണ സജ്ജമാണ്. കുട്ടികളെ വരവേൽക്കാൻ പ്രവേശനോത്സവം അടക്കം ഗംഭീര പരിപാടികളൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ്.